നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചേർത്തലയിലെ വീട്ടമ്മയുടെ ദുരൂഹ മരണത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. ഇപ്പോൾ കല്ലറ തുറന്ന് പുറത്തെടുത്ത സജിയുടെ മൃതദേഹം വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇന്ന് രാവിലെ പോസ്റ്റ്മോർട്ടം നടത്തും. പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കൊലപാതക കുറ്റം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തുന്ന പോലീസിന്റെ തുടർ നടപടികൾ ഉണ്ടാവുക. വീട്ടിലെ സ്റ്റെയർ കേസിൽ നിന്ന് വീണ് പരിക്ക് പറ്റിയെന്നാണ് ഡോക്ടർമാരോട് പറഞ്ഞത്. യാഥാർത്ഥ്യം ഡോക്ടർമാരോട് പോലും പറയാത്തത് ചികിത്സയെ ബാധിച്ചിട്ടുണ്ടോ എന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. ആശുപത്രിയിൽ കൂട്ടിരിപ്പുകാരനായി മുഴുവൻ സമയവും ഭർത്താവ് സോണി ഉണ്ടായിരുന്നു. അച്ഛൻ അമ്മയെ ക്രൂരമായി മർദ്ദിച്ചതാണ് മരണത്തിലേക്ക് നയിച്ചതെന്ന മകളുടെ പരാതിയിലാണ് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം നടത്തുന്നത്. കഴിഞ്ഞ ജാനുവരി 8-ന് ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സജി ഞായറാഴ്ചയാണ് മരിച്ചത്. സംസ്കാര ചടങ്ങുകൾക്ക് ശേഷമാണ് മകൾ അച്ഛനെതിരെ പരാതി നൽകിയത്. സോണിയുടെ സ്ത്രീ സൗഹൃദങ്ങൾ ചോദ്യം ചെയ്തതായിരുന്നു സജിയെ ക്രൂരമായി മർദ്ദിച്ചതിന് കാരണം. ഇതും പരാതിയിൽ പറയുന്നുണ്ട്. ആലപ്പുഴയിലെ സ്വകാര്യ ലാബിൽ ലാബ് ടെക്നീഷ്യനായിരുന്നു സജി. ആങ്കർ കമ്പനിയുടെ പ്രതിനിധിയായാണ് സോണി ലാബിൽ ചെല്ലുന്നതും സജിയെ പരിചയപ്പെടുന്നതും. പിന്നീട് പരിചയം പ്രണയത്തിലേക്ക് എത്തുകയായിരുന്നു. ആലപ്പുഴ വടക്കേയറ്റത്ത് വീട്ടിൽ ചാക്കോ ബേബി ദമ്പതികളുടെ രണ്ടാമത്തെ മകളാണ് സജി. വിവാഹശേഷം ലാബ് ടെക്നീഷ്യനായി ഏറെ നാൾ സജി വിദേശത്ത് ജോലി ചെയ്തിരുന്നു. വീട് പുനർനിർമ്മാണം അടക്കം പൂർത്തിയാക്കി കുട്ടികൾ മുതിർന്നതോടെയാണ് നാട്ടിലേക്ക് മടങ്ങിയത്. ഇതിനിടെ സോണി കടക്കരപ്പള്ളിയിൽ പാത്രക്കട ആരംഭിച്ചു. മൂത്തമകൻ ബെനോബ് ദുബായിൽ മൊബൈൽ ടെക്നീഷ്യനായി ജോലി ചെയ്യുകയായിരുന്നു. അമ്മ അപകടത്തിൽപ്പെട്ട വാർത്ത അറിഞ്ഞതിനെ തുടർന്നാണ് നാട്ടിലെത്തിയത്. മകൾ മീഷ്മ മൂവാറ്റുപുഴയിലെ ജർമ്മൻ ഭാഷ പഠിപ്പിക്കുന്ന സ്ഥാപനത്തിലെ അധ്യാപികയാണ്. ഭാഷാ പഠനം പൂർത്തിയാക്കി ജർമ്മനിയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. സജിയെ ഉപദ്രവിച്ച വിവരം പുറത്തു പറഞ്ഞാൽ വകവരുത്തുമെന്ന സോണിയുടെ ഭീഷണിയെ തുടർന്നാണ് മകൾ സംഭവങ്ങൾ ആദ്യഘട്ടത്തിൽ മൂടിവെച്ചത്. ഭീഷണി ആവർത്തിച്ചതോടെയാണ് ഗത്യന്തരമില്ലാതെ അമ്മയുടെ സഹോദരന്മാരുടെ സഹായത്തോടെ പോലീസിൽ വിവരം അറിയിച്ചത്. പോലീസ് തന്ത്രപൂർവ്വം ഇയാളെ പിടികൂടുകയായിരുന്നു. സജിയെ സോണി നിരന്തരം മർദ്ദിച്ചിരുന്നതായി സജിയുടെ ബന്ധുക്കൾ പറഞ്ഞു. വിവാഹം കഴിഞ്ഞ കാലം മുതൽ ആക്രമണം പതിവായിരുന്നു. പലതവണ കുട്ടികളത് പരാതിപ്പെട്ടിട്ടുണ്ട്. മദ്യലഹരിയിലായിരുന്നു ആക്രമണം നടത്തിയിരുന്നത്. സംഭവ ദിവസം രാവിലെ വീട്ടിലെത്തിയ സോണി സജിയെ മുടിക്കുത്തിൽ പിടിച്ച് തല ഭിത്തിയിൽ ഇടിപ്പിക്കുകയായിരുന്നു. പിന്നീട് ചോര വാർന്നു കിടന്ന ഇവരെ ഏറെ നേരത്തിന് ശേഷമാണ് ആശുപത്രിയിൽ എത്തിച്ചതെന്നും ബന്ധുക്കൾ ആരോപിച്ചു. ഒരു മാസം ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിലായിരുന്ന സജി ഞായറാഴ്ച രാവിലെ 7:30-ക്കാണ് മരിച്ചത്. മുട്ടം സെന്റ് മേരീസ് ഫൊറോനാപ്പള്ളി സെമിത്തേരിയിൽ സംസ്കാരവും നടന്നു. പരാതിയെ തുടർന്ന് ബുധനാഴ്ച കല്ലറ തുറന്ന് മൃതദേഹം പുറത്തെടുത്തു. ജാനുവരി 8-ന് രാത്രി 10-നാണ് സജിയെ തലയ്ക്ക് പരിക്കേറ്റ നിലയിൽ ചേർത്തലയിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചത്. വീട്ടിലെ കോടിപ്പടിയിൽ നിന്ന് വീണെന്നാണെന്ന് പറഞ്ഞിരുന്നത്. ചികിത്സയിലിരിക്കെ ഞായറാഴ്ചയാണ് മരിച്ചത്. ആരും പരാതിപ്പെടാനില്ലാത്തതിനാൽ സ്വാഭാവിക മരണമായി കരുതി മൃതദേഹം വീട്ടിലെത്തിച്ച് സംസ്കരിച്ചു. എന്നാൽ ചൊവ്വാഴ്ച രാത്രിയിൽ മകൾ മീഷ്മ ചേർത്തല പോലീസിൽ പരാതിപ്പെട്ടതാണ് വഴിത്തിരിവായത്. വിവരമറിഞ്ഞയുടൻ പോലീസ് മീഷ്മയ്ക്ക് സംരക്ഷണം നൽകി സോണിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ചേർത്തലയിൽ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ സജിക്ക് ബോധമുണ്ടായിരുന്നെന്ന് ബന്ധുക്കൾ പറഞ്ഞു. വല്ലാതെ വേദനിക്കുന്നെന്ന് പറഞ്ഞു. പിന്നെ സജി മിണ്ടിയിട്ടില്ല. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം സഹോദരങ്ങളായ ജെയിംസും തോമസും അടക്കമുള്ള ബന്ധുക്കൾ പലവട്ടം കാണാനെത്തിയിരുന്നു. കണ്ണീർ മാത്രമായിരുന്നു പ്രതികരണം.